ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഗോകുലിൻ്റെ ഭാര്യ സമൃദ്ധയല്ല, യഥാർത്ഥത്തിൽ അത് സച്ചിയുടെ ഭാര്യ അർച്ചനയാണെന്ന് ആരതിക്ക് മനസ്സിലായിരിക്കുന്നുണ്ട്. സച്ചി ഫോണിലുള്ള അർച്ചനയുടെയും സച്ചിയുടെയും കുഞ്ഞിൻ്റെയും ഒരുമിച്ചുള്ള ഫോട്ടോസൊക്കെ ആരതിയെ കാണിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെയാണ് ആരതിക്ക് കാര്യം മനസ്സിലായത്. അർച്ചനയും ഗോകുലും കാടിന് നടുവിലുള്ള ആ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ അർച്ചന സച്ചിയെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഈ പാവ മനുഷ്യനോട് ഞാൻ എന്താ പറയേണ്ടത്? പരസ്പരം വേർപിരിഞ്ഞു പോകുന്നതിന് മുന്നേ ഉള്ള അവസാന യാത്രയാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഈ 10 വർഷം എന്നെയും മോളെയും സംരക്ഷിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ അർച്ചന ഓർക്കുന്നുണ്ട്. ഈ സമയം മോളിക്കുട്ടിയുടെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണയെ ആ നാഗക്ഷേത്രത്തിലേക്ക് വിളിച്ചിരിക്കുകയായിരുന്നു കളം വരയ്ക്കാനായിട്ട്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നത്. ആരോ കുറച്ചു നേരമായി നമ്മുടെ പിന്നാലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മോളിക്കുട്ടി പറയുന്നുണ്ട്. നീ ഒന്ന് മുറുക്കെ പിടിച്ചിരുന്നോ എന്ന് പറയുന്നു. അവരുടെ ഓട്ടോയ്ക്ക് ഓവർടേക്ക് ചെയ്ത അയാൾ ആ ഗുണ്ടകൾ നിർത്തിയെങ്കിലും അവരെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ആ ഓട്ടോയിലുള്ള മോളിക്കുട്ടി. അവർക്ക് പിന്നാലെ വീണ്ടും ഈ ഗുണ്ടകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് തിരുമേനി അർച്ചനയോടും ഗോകുലിനോടും പറയുന്നു, 3 വർഷത്തിന് ശേഷം മാത്രമേ ഇവിടെ നട തുറക്കുകയുള്ളൂ. പ്രധാനമായും നടക്കുന്നത് ദാമ്പത്യ പൂജയാണ്. ധാരാളം കുടുംബങ്ങൾ പങ്കെടുക്കുന്ന പൂജയാണിത്. ഇത് പറയുമ്പോൾ ഗോകുൽ പറയുന്നു, ദാമ്പത്യ പൂജ എന്ന് പറയുമ്പോൾ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് ഗുണമുണ്ടാകില്ല എന്ന്. എന്താ സംശയം? 100% വിജയമാണ്, അതിൽ കുറവുണ്ടാകില്ല, അതാണ് ശക്തി എന്ന് പറയുന്നുണ്ട്. എത്രയെത്ര കുടുംബങ്ങളാണിപ്പോൾ സന്തോഷമായി ജീവിക്കുന്നത് എന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വരുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ഈ പൂജ കൊണ്ട് ഗുണമുണ്ടാകും എന്നൊക്കെ തിരുമേനി പറയുന്നു. ഈ സമയം മൂർത്തിയാണെങ്കിൽ അവന്തികയെ കാത്തു നിൽക്കുന്നുണ്ട്. അവന്തിക മൂർത്തിയുടെ അരികിലേക്ക് വന്ന് സംസാരിക്കുന്നു. കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുന്നു. സിതാര ഇതുവരെ എത്തിയിട്ടില്ല, വിളിച്ചു നോക്കിയപ്പോൾ വൈകുമെന്നാ പറഞ്ഞത്. എന്തായാലും വരട്ടെ, കണ്ടല്ലേ പറ്റൂ. ഇവിടെ എവിടെയാണ് താമസ സൗകര്യമെന്ന് അവന്തിക ചോദിക്കുന്നു. ഇവിടെ അമ്പലത്തിനടുത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് അവന്തിക കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അർച്ചനയും ഗോകുലും അവിടെ നിൽക്കുന്നത് അവന്തിക കാണുന്നത്. അർച്ചനയും ഗോകുലും അവന്തികയും കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവന്തിക അവരുടെ അടുത്തേക്ക് സംസാരിക്കാനായി വരുന്നു. നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. അമ്മയുടെ ഒരു നേർച്ചയാണ്, ഇവിടുത്തെ ദമ്പതി പൂജയിൽ പങ്കെടുക്കണമെന്ന്, അങ്ങനെ വന്നതാണ്. അവന്തിക എന്താ ഇവിടെ എന്ന് ഗോകുൽ ചോദിക്കുന്നു. എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു, പിന്നെ തൊഴുത് പൂജയിൽ പങ്കെടുത്തിട്ട് പോകാമെന്ന് കരുതി എന്നൊക്കെ അവന്തിക പറയുന്നു. നിങ്ങൾ പൂജയ്ക്ക് വന്നത് നന്നായി, അത്രയ്ക്ക് ശക്തിയുള്ള പൂജയാണെന്നാണ് കേട്ടിട്ടുള്ളത്. സമൃദ്ധിയുടെ ഇപ്പോഴുള്ള കൺഫ്യൂഷനൊക്കെ മാറ്റും എന്നൊക്കെ അവന്തിക. എന്നാൽ പിന്നെ ഞങ്ങൾ എന്ന് ഗൂഗിൾ പറയുന്നു. സമയം പോലെ സമൃദ്ധി ഇറങ്ങി, നമുക്ക് സംസാരിച്ചിരിക്കാമെന്ന് അവന്തിക പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ക്ഷേത്രത്തിന് വലം വയ്ക്കുന്ന സമയം അർച്ചന അവന്തികയെ പറ്റി ആലോചിക്കുന്നു. ഭാര്യയും ഭർത്താവുമല്ലാത്ത 2 പേര് ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കുന്നു എന്ന് അവന്തിക ആലോചിക്കുന്നുണ്ട്. കേട്ടത് ശരിയാണെങ്കിൽ ഇത് വലിയൊരു പൂജയാണ്, ഉറപ്പായും ഫലം കിട്ടുന്ന പൂജ. ഈ പൂജയോടെ ഗോകുലും അർച്ചനയും നന്നായി അടുക്കും. പിന്നെ സച്ചിയുടെ കാര്യം ഗോവിന്ദ, ഇവളും സച്ചിയും അടുക്കുന്നത് ഈശ്വരന് പോലും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അവന്തിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതല്ലേ ഇവരെ ഇവിടെ എത്തിച്ചത്. എന്തായാലും ഇവർ പൂജയിൽ പങ്കെടുക്കട്ടെ, ഗോകുലും അർച്ചനയും കൂടുതൽ അടുക്കട്ടെ. ഇനി നമ്മളായി ഒന്നും ചെയ്യണ്ട, ഈശ്വരനായി ചെയ്തോളും എന്നൊക്കെ അവന്തിക ചിന്തിക്കുന്നുണ്ട്. ഇടയ്ക്ക് അർച്ചന അവന്തികയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം കാണിക്കുന്നത് മോളിക്കുട്ടിയും കൃഷ്ണയും വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ വീണ്ടും ആ ഗുണ്ടകൾ വന്ന് വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട്. കുറച്ച് ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പണി പാളിയല്ലോ, അവരുടെ കയ്യിൽ എല്ലാം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ മോളിക്കുട്ടി പറയുമ്പോൾ കൃഷ്ണ പറയുന്നു, എൻ്റെ നാഗദൈവങ്ങളെ, നമ്മളിനി എന്ത് ചെയ്യും? തിരിച്ചു പോയാലോ എന്നൊക്കെ പറയുന്നു. നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നില്ല, ഒരു ജീപ്പ് എടുത്ത് പിറകെ വരുമെന്ന് മോളിക്കുട്ടി. പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, പോയാ പോയി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ മോളിക്കുട്ടിയും കൃഷ്ണയും അവരുടെ മുന്നിലേക്ക് ഇറങ്ങി. ഓട്ടോ മുതലാളി, ഓട്ടോയിൽ നമ്മളെ വെട്ടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഈ കാടിൽ രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്നൊക്കെ പറയുന്നു. മോളിക്കുട്ടി ഒട്ടും ധൈര്യം കൈവിടാതെ അവരോട് പറയുന്നു, വണ്ടി എടുത്ത് മാറ്റടാ എന്ന്. വെട്ടി നിർത്തടാ 2 പേരെയും എന്ന് അയാൾ ആ ഗുണ്ട ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മോളിക്കുട്ടിയുടെ നേർക്ക് വാള് വീശി വരികയായിരുന്നു ഒരു ഗുണ്ട. അവർക്ക് നേരെ സ്പ്രേ അടിക്കുകയാണ് മോളിക്കുട്ടി. അങ്ങനെ ആ 3 പേർക്ക് നേരെയും സ്പ്രേ അടിച്ചു. 3 പേരും കണ്ണുനീറി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഈ സമയം കൊണ്ട് ആ വണ്ടിയുടെ താക്കോൽ എടുത്തിട്ട് ഓട്ടോയും കൃഷ്ണയുമായി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് മോളിക്കുട്ടി. അവർക്ക് കണ്ണ് കാണാൻ വയ്യ. വീണ്ടും അർച്ചനയെയും ഗോകുലിനെയും കാണിക്കുന്നു. പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ. ആത്മാർത്ഥമായി ഗോകുൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സച്ചേട്ടനില്ലാത്തൊരു ജീവിതമില്ല. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നും സച്ചേട്ടൻ്റെ ഭാര്യയാണെന്നും ഉറക്കെ വിളിച്ച് പറയണമെന്നുണ്ട്. പക്ഷേ അത് സച്ചേട്ടൻ ആപത്തായി മാറുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്.
ഞാൻ ഗോകുലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അത് താങ്ങാനുള്ള ശക്തി ഗോകുലിന് കൊടുക്കണം. ഞാനും സച്ചേട്ടനും ഒരുമിച്ചുള്ള സന്തോഷപൂർണ്ണമായ ജീവിതമാണ് എൻ്റെ മനസ്സിൽ. ഇവിടുത്തെ ശക്തിയുള്ള പൂജയിൽ എന്നെയും സച്ചേട്ടനെയും അകറ്റാൻ ഈശ്വരൻ തീരുമാനിക്കരുത്. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. 3 വർഷം കഴിയുമ്പോൾ ഞാൻ സച്ചേട്ടനെയും കൂട്ടി ഇവിടെ വരും. ഇവിടുത്തെ നട വീണ്ടും തുറക്കുമ്പോൾ അന്ന് എൻ്റെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഞാൻ സച്ചേട്ടനോടൊപ്പം ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കും. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണം, എന്നെയും എൻ്റെ സച്ചേട്ടനെയും എന്നൊക്കെ അർച്ചന പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് ആ ഗുണ്ടകൾ മുഖം കഴുകുകയാണ്. വണ്ടി തുറക്കുന്നുണ്ട്, ഡോറ് തുറക്കുന്നുണ്ട്. താക്കോല് അന്വേഷിക്കുന്നു, പക്ഷേ താക്കോല് കാണുന്നില്ല. അപ്പോൾ അവന്മാർ കരുതിക്കൂട്ടി വന്നതാണ് എന്നൊക്കെ പറയുന്നു. താക്കോൽ അവിടെ കാണാൻ വീണ് കിടപ്പുണ്ടോ എന്ന് നോക്ക് എന്നൊക്കെ പറയുന്നു. എനിക്കാകെ ഒരു പുക മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എന്ന് പറയുന്നു. താക്കോല് അവിടെയൊക്കെ അവർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും താക്കോല് കണ്ടു കിട്ടുന്നില്ല. ആ സമയത്താണ് ഒരു കാർ അതുവഴി വരുന്നത്. നിർത്ത് എന്നവരോട് പറയുന്നുണ്ട്. സച്ചിയാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. സച്ചിയുടെ കാറിനാണ് കൈ കാട്ടിയത്. ഞാൻ ഓട്ടോ വിളിച്ച് വരികയാണ്, എനിക്കിനി വയ്യ, നിങ്ങൾ വേറെ വണ്ടി വിളിച്ച് പോകാമോ എന്ന് സച്ചി അവരോട് പറയുന്നു. പറ്റത്തില്ല, നിങ്ങൾ ചോദിക്കുന്ന കാശ് തരാം, എങ്ങനെയെങ്കിലും ഞങ്ങളെ അവിടെ എത്തിക്കണം, ഒരു അത്യാവശ്യ കാര്യമാണെന്ന് ഗുണ്ട പറയുന്നു. ഇവിടെ എങ്ങോട്ടാണ് പോകണ്ടേന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. ഇവിടെ അടുത്ത ഒരു പാമ്പിൻ്റെ ക്ഷേത്രമില്ലേ, അവിടേക്കാണ് എന്ന് ആ ഗുണ്ടകൾ പറയുന്നു. പാമ്പിൻ്റെ ക്ഷേത്രമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നാഗക്ഷേത്രത്തിലേക്കാണോ എന്ന് സച്ചി ചോദിക്കുന്നു. അതിവിടുന്ന് 10-15 കിലോമീറ്റർ ദൂരമുണ്ട്, വഴിയും വളരെ മോശമാണ് എന്ന് സച്ചി. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ചോദിക്കുന്ന കാശ് തരാമെന്നവർ. ഒരു 4000 രൂപ തരണം എന്ന് സച്ചി. 4000 അല്ല, 5000 രൂപ തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കയറിക്കോളാനും പറയുന്നു. ഞാൻ അവിടെ കൊണ്ടുവിടത്തേ ഉള്ളൂ, തിരിച്ചു കൊണ്ടുവിടത്തില്ലെന്ന് സച്ചി അവരോട് പറയുന്നു. 3 പേരും കയറി. നിങ്ങളെ കണ്ടിട്ട് തൊഴാൻ പോകുന്നവരെ പോലെ തോന്നില്ലല്ലോ എന്ന് സച്ചി പറയുന്നു. അത് വെറുതെ തോന്നുന്നതാണ്, അവിടെ വലിയൊരു സർപ്പപൂജയുണ്ട്, അതിന് പോകുന്നതാണ് എന്ന് ആ ഗുണ്ടകൾ സച്ചിയോട് പറയുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ പൂർണ്ണമായി ഞാൻ അർച്ചനയായിട്ട് മാറിയിരിക്കണം. ഗോകുലിനെ ഒരു വിഷമം വരാതെ തന്നെ മോളുമായി എനിക്ക് പോകാൻ സാധിക്കണം എന്നൊക്കെയാണ് അർച്ചനയുടെ പ്രാർത്ഥന. ഈ സമയം ഓട്ടോറിക്ഷയിൽ അവിടേക്ക് എത്തുകയാണ് കൃഷ്ണയോട് പൂജയുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അവിടുത്തെ ഒരു അംഗം. തിരുമേനിയും അവിടേക്ക് വന്നു. യാത്രയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ തീരുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജയാണ് ഇത്. അതിനാണ് മോളോട് വരാൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. കൃഷ്ണമോളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളും, അതല്ലേ ഇവളെ കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഈ ദാമ്പത്യ പൂജ കൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാറുമോ എന്ന് കൃഷ്ണ ചോദിക്കുന്നു. മാറുമെന്ന് തിരുമേനിയും പറയുന്നുണ്ട്. ദാമ്പത്യ പൂജയ്ക്ക് ഉമാമഹേശ്വര പൂജ എന്നുകൂടി അർത്ഥമുണ്ട്. ജാതകവശാലുള്ള ശത്രുദോഷവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിൽ വിള്ളൽ വീഴ്ത്താം, അതെല്ലാം ഇതിലൂടെ മാറിക്കോളുമെന്നൊക്കെ തിരുമേനി പറയുന്നു. ദമ്പതികൾ 2 പേരും ഒന്നിച്ചു വേണം ഈ പൂജയിൽ പങ്കെടുക്കാൻ. പിന്നെ പ്രത്യേകം അർച്ചനയുടെ കാര്യവും പറയുന്നുണ്ട്. പ്രാർത്ഥനയോടെ വേണം ഇത് ചെയ്യാൻ, വിശ്വാസവും വേണമെന്ന് പറയുന്നു. പൂജയോടൊപ്പം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സും കാണിക്കണം, അതാണ് ഇവിടുത്തെ വിശ്വാസം, മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ഗസ്റ്റ് ഹൗസിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം വന്നാൽ മതി, പോയി വിശ്രമിക്കാനും പറഞ്ഞ് തിരുമേനി പോകുന്നു. എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂജയിൽ പങ്കെടുക്കാമായിരുന്നു അല്ലേ എന്ന് മോളിക്കുട്ടി ചോദിക്കുന്നു. അതെ, 3 വർഷം കഴിഞ്ഞ് വീണ്ടും തുറക്കുമ്പോൾ നീയും നിന്റെ ഭർത്താവും കൂടി ഇവിടേക്ക് വരണമെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അതിന് ഒരാളെ കണ്ടുപിടിക്കണമെന്ന് മോളിക്കുട്ടി പറയുന്നുണ്ട്. ശേഷം കൃഷ്ണ അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. പൂജയ്ക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഗാഥയും സിത്താരയും ഒക്കെ. നവീനും വരുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നാളെ ഭാര്യമാർ മാത്രം പങ്കെടുത്താൽ മതി, മറ്റന്നാളാണ് പ്രധാന പൂജ, നവീനും എത്തണമെന്ന് പറയുന്നുണ്ട്. ഒരു ടെൻഷനും വേണ്ട, നവീൻ എത്തുമെന്ന് സിത്താര. എൻ്റെ ടെൻഷൻ അതല്ല, ആ കൃഷ്ണയെങ്ങാനും ഈ പൂജയുടെ കാര്യം അറിഞ്ഞാൽ പിന്നെ അവളും നവീനുമായിരിക്കും ഒരുമിച്ച് വരുന്നത് എന്ന് ഗാഥ. അതൊന്നും സംഭവിക്കില്ല, ഇത്രയും ദൂരെ കാടിന് നടുവിലുള്ള ഈ ക്ഷേത്രത്തിനെ കുറിച്ചും അതിലെ ഈ പൂജയെക്കുറിച്ചൊക്കെ അവൾ എങ്ങനെ അറിയാനാ എന്ന് സിത്താര. അതാണ് ഗാഥ മേഡം, വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷനാകണ്ട എന്ന് സിനിയും പറയുന്നുണ്ട്. അല്ല, എന്ത് മംഗളകാര്യം നടക്കാൻ പോയാലും അവൾ അവിടെ എത്തി എങ്ങനെയെങ്കിലും കുളമാക്കുമല്ലോ, അതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു പേടി വരുന്നത് എന്ന് ഗാഥ പറയുന്നുണ്ട്. ഇത്തവണ അവൾ ഈ പരിസരത്ത് വന്നാൽ പിന്നെ ഞാൻ ചുമ്മാതിരിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന് ഗാഥ. നീ ആവശ്യമില്ലാത്ത ചിന്ത മറന്നേക്ക്, കൃഷ്ണ ഇങ്ങോട്ട് വരാനേ പോകുന്നില്ല, നീ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ എന്ന് സിത്താര പറയുന്നു. തുടർന്ന് ഗാഥയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. വിളിക്കുന്നത് ആരെയോ അമ്മ അറിയാതെ വിളിക്കുകയാണ്. ഈ സമയം ഗസ്റ്റ് ഹൗസിൽ റൂം കിട്ടിയിരിക്കുകയാണ് കൃഷ്ണയ്ക്കും മോളിക്കുട്ടിക്കും. ശേഷം കാണിക്കുന്നത് സച്ചിയും ആ 3 ഗുണ്ടകളും ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവന്മാരെ കണ്ടിട്ട് മൊത്തത്തിലൊരു ഡാർക്ക് സീനുണ്ട്. എന്തോ ഉടായ്പാണെന്ന് തോന്നല്ലോ, എന്തോ ഇനി കൊട്ടേഷനാണോ എന്നൊക്കെ സച്ചി വിചാരിക്കുന്നുണ്ട്. ഫോൺ വരികയാണ് ആ ഗുണ്ടയ്ക്ക്. അപ്പോൾ അയാൾ ഫോണിൽ സംസാരിക്കുന്നത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്ക്
ജീപ്പ് കേടായി, ഇനി ഒരു ദയയും കാണിക്കില്ല, തീർത്തിട്ടേ വരൂ എന്നും അയാൾ ഫോണിലൂടെ പറയുന്നത് സച്ചി ശ്രദ്ധിക്കുന്നു. എന്താ നോക്കുന്നത് എന്ന് ഗുണ്ട. ഏയ് ചുമ്മാ എന്ന് സച്ചി. നേരെ നോക്കി വണ്ടി ഓടിക്കടാ എന്ന് അയാൾ പറയുന്നു. അവിടെ അമ്പലത്തിൽ എന്താണ് പരിപാടി സാറേ എന്ന് സച്ചി. അത് നീ അറിയുന്നത് എന്തിനാ, നീ നിന്റെ ജോലി നോക്കിയാൽ മതി എന്നൊക്കെ ആ ഗുണ്ട പറയുന്നുണ്ട്. ഇവന്മാരെ കൊട്ടേഷൻ ടീമാണ്, ഇത് മിക്കവാറും പണിയാവുമെന്നാ തോന്നുന്നത് എന്ന് സച്ചി വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് കൃഷ്ണ ക്ഷേത്രത്തിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അർച്ചനയെ കാണുന്നു. അത് അർച്ചന ചേച്ചിയല്ലേ എന്നിങ്ങനെ പറയുന്നു. എനിക്കറിയില്ലെന്ന് മോളിക്കുട്ടി. അത് അർച്ചന ചേച്ചി തന്നെയാണ്, എൻ്റെ ഒപ്പം പഠിച്ച ആതിരയില്ലേ, ആതിരയുടെ ചേച്ചി അർച്ചനയാണിത് എന്ന് കൃഷ്ണ പറയുന്നു. അങ്ങനെ ഇപ്പോൾ കൃഷ്ണ പോയി അർച്ചനയോട് സംസാരിക്കുന്നു. ഞാൻ ആതിരയുടെ കൂടെ പഠിച്ച കൃഷ്ണയാണെന്ന് പറയുന്നു. അർച്ചന ചേച്ചിക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. പണ്ട് ഞാൻ 2-3 തവണ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ അർച്ചന പറയുന്നു, കുട്ടിക്ക് ആള് മാറിയെന്നാ തോന്നുന്നത്, എൻ്റെ പേര് അർച്ചന എന്നില്ല സമൃദ്ധ എന്നാണെന്ന് പറയുന്നുണ്ട് അർച്ചന. അപ്പോൾ ആതിരയുടെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കുന്നു. എനിക്ക് ആതിര എന്നൊരു സഹോദരിയില്ല എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. എന്നിട്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു. അർച്ചന ചേച്ചിയുടെ അതേ മുഖം, പക്ഷേ ആതിരയുടെ ചേച്ചിയല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് മോളിക്കുട്ടി പറയുന്നു, ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷേ മോളിക്കുട്ടി എന്ന് പറഞ്ഞ് കൃഷ്ണ ഒരു സംശയത്തോടെ നിൽക്കുന്നുണ്ട്. തുടർന്ന് അവന്തികയും അതുപോലെ തന്നെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഓട്ടോറിക്ഷയുടെ സൈഡിൽ നിൽക്കുന്ന കൃഷ്ണയുടെയും മോളിക്കുട്ടിയുടെയും ദേഹത്ത് ചെളി തെറിപ്പിക്കുകയാണ് അവന്തികയുടെ കാറിൽ മൂർത്തി. അതുകൊണ്ട് തന്നെ ആ മോളിക്കുട്ടിയാണെങ്കിൽ അവിടുന്ന് ഒരു കല്ലെടുത്ത് കാറിലേക്ക് എറിയുന്നു. അവന്തിക വണ്ടി അവിടെ നിർത്തിയിട്ട് തിരിച്ച് അവരുടെ അടുത്തേക്ക് വരുന്നു. അതെ, റോഡിൽ കൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് കൃഷ്ണ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സിതാരയും അവിടേക്ക് വരുന്നു. എല്ലാവരും ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നുണ്ട്. ഗാഥ വന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഈ പൂജ കൊണ്ട് ഗാഥാ മേഡത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീരുമോ എന്ന് സിനി ചോദിക്കുന്നു. ഇവിടെ പങ്കെടുത്തിട്ട് ധാരാളം പേരുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും എന്തായാലും ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത് എന്നൊക്കെ സിതാരയും പറയുന്നുണ്ട്. നവീനും വേണ്ടേ എന്ന് ചോദിക്കുന്നു. നവീൻ സാറും വേണ്ടേ എന്ന് സിനി ചോദിക്കുന്നു. നവീനും ഇറങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യമായി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പൂജയ്ക്ക് മുന്നേ എന്തായാലും എത്തുമെന്ന് സിതാര. ആ സമയം ഗാഥ അവിടേക്ക് വരുന്നുണ്ട്. അമ്പലവും പരിസരവും എങ്ങനെയുണ്ട്, ഇവിടുത്തെ സ്ഥലമൊക്കെ മോൾക്ക് ഇഷ്ടമായോ എന്ന് സിതാര. എല്ലാം ഇഷ്ടമായി, ഞാൻ വിശദമായി അന്വേഷിച്ചു. പൂജയുടെ ആദ്യ ദിവസമായ നാളെ ഭാര്യമാർ മാത്രം പങ്കെടുത്താൽ മതി. മറ്റന്നാളാണ് പ്രധാനപ്പെട്ട ദമ്പതി പൂജ, അതിൽ 2 പേരും പങ്കെടുക്കണം. എൻ്റെ ടെൻഷൻ അതല്ല, ആ കൃഷ്ണയെങ്ങാനും ഈ പൂജയുടെ കാര്യം പറഞ്ഞാൽ അവർ 2 പേരും കൂടി പങ്കെടുക്കും എന്നൊക്കെ ഇങ്ങനെ ഗാഥ പറയുന്നു. ഈ സമയത്താണ് ആ ഗസ്റ്റ് ഹൗസിലെ ഒരു ചേച്ചിയാണെങ്കിൽ കൃഷ്ണയ്ക്കും മോളിക്കുട്ടിക്കും ആ റൂം കൊടുക്കാനായി കൊണ്ടുവരുന്നത്. കൃഷ്ണ ഫോണിൽ സംസാരിക്കുമ്പോൾ ആ ചേച്ചി അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ചേച്ചിയെ മാത്രം കണ്ടുള്ളൂ, കൃഷ്ണയെ ഗാഥ കണ്ടില്ല. ശേഷം കാണിക്കുന്നത് സച്ചിയും ഗുണ്ടകളും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നേരത്തെ അവന്തിക കൃഷ്ണയുടെ അരികിലേക്ക് വന്നിരുന്നു. ഈ റോഡ് വണ്ടി ഓടിക്കാനുള്ളതാണ്, അല്ലാതെ ഇങ്ങനെ തോന്നിവാസം കാണിക്കാനുള്ളതല്ല എന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോ എന്ന് ചോദിച്ച് കൃഷ്ണയുടെ മുഖത്ത് തല്ലാൻ തുടങ്ങുകയാണ് അവന്തിക. എന്നാൽ കൃഷ്ണ ആ കൈ തടഞ്ഞു. തൊട്ടു പോകരുതെന്ന് പറയുന്നു. അടിച്ചാൽ തിരിച്ച് അടി വാങ്ങേണ്ടി വരും, അല്ലാതെ ഞങ്ങളുടെ കൈ മാങ്ങ പറിക്കാൻ പോകില്ല എന്ന് കൃഷ്ണ പറയുന്നു. ഇവരുടെ കരണത്തൊന്ന് പൊട്ടിക്കാണ് വേണ്ടത്, ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് വീണ്ടും തല്ലാൻ വരുന്നു. ഞാൻ ഇവർക്കൊന്ന് ഇട്ട് ഒന്ന് പൊട്ടിക്കട്ടെ എന്നൊക്കെ മോളിക്കുട്ടി പറയുന്നുണ്ട്. വേണ്ട, ഒരു തവണത്തേക്ക് ക്ഷമിച്ച് കള ചേച്ചി, ഇനിയും ഷോ കാണിച്ചാൽ പൊട്ടിക്കാന്നേ എന്നൊക്കെ കൃഷ്ണ. അത്രയ്ക്കും നിനക്ക് ധൈര്യമുണ്ടോ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് അവന്തികയും പറയുന്നു. ഒന്ന് പോ പെണ്ണുമ്പിള്ളേ, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ അറിയുന്നത് എന്തിനാ എന്നൊക്കെ മോളിക്കുട്ടി. തൽക്കാലം ഒരു ക്ഷമ പറഞ്ഞിട്ട് പോയിക്കോ, ഞങ്ങളെക്കാൾ പ്രായമുള്ളത് കൊണ്ട് തല്ലുന്നില്ലെന്ന് കൃഷ്ണ പറയുന്നുണ്ട്. ഈ കൈയുടെ ചൂട് അറിയണ്ടെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാറെ നിന്നോണം എന്നൊക്കെ കൃഷ്ണ. നിന്റെയൊക്കെ അഹങ്കാരത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും, നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അവന്തിക. ഈ അവന്തിക ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. ജീവൻ രക്ഷിക്കാൻ നിങ്ങളൊക്കെ കരഞ്ഞ് കാല് പിടിക്കേണ്ടി വരും, നോക്കിക്കോ എന്ന് പറഞ്ഞ് കാറിൽ കയറാൻ തുടങ്ങുന്ന അവന്തിക ഒന്നുകൂടിയും കൃഷ്ണയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഒരിടം കൊടുത്തു വിടേണ്ടതായിരുന്നു എന്ന് മോളിക്കുട്ടി. നമ്മുടെ കയ്യിൽ നടി വാങ്ങാൻ യോഗം ഉണ്ടെങ്കിൽ അവർ ഇനിയും വരുമെന്ന് കൃഷ്ണ പറയുന്നു. ശേഷം കാണിക്കുന്നത് ഗോകുലും അർച്ചനയും കാറിൽ സഞ്ചരിക്കുമ്പോൾ ഗോകുൽ പറഞ്ഞ കാര്യം അർച്ചന ആലോചിക്കുന്നു. ആ സമയം ഗോകുൽ മുറിയിലേക്ക് വന്നു. മോളെയും കൂടി കൊണ്ടുവരായിരുന്നു, അല്ല ഇപ്പോൾ വെക്കേഷൻ അല്ലേ, പോകുന്ന വഴിക്ക് നല്ല സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അവിടെയൊന്ന് കയറായിരുന്നു എന്നൊക്കെ ഗോകുൽ പറയുന്നു. എന്നാൽ അർച്ചന ഇതൊന്നും കേൾക്കുന്നില്ല. ആ സമയത്ത് അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. ഗൂഗിൾ അർച്ചനയെ തട്ടി വിളിക്കുന്നു. എന്താണോ ഇത്, എന്തിനാ ഞെട്ടുന്നത്, ഞാനില്ല ഇവിടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നത് മുതൽ ഞാൻ ആലോചിക്കുകയാണ്,
താൻ എപ്പോഴും ഡള്ളായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വന്നിട്ടും തനിക്കൊരു മാറ്റമില്ലല്ലോ, എന്താ തനിക്ക് പറ്റിയത് എന്ന് ഗോകുൽ ചോദിക്കുന്നു. ഒന്നുമില്ല ഗോകുൽ, അത്രയും കഷ്ടപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും ഒന്നും നല്ല വഴിക്കായില്ലല്ലോ എന്നൊക്കെ അർച്ചന. ആർക്ക് എന്താണ് നല്ലതെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആലോചിക്കുന്നത്, കൂടുതൽ അറിയാവുന്നത് ഭഗവാനല്ലേ, എന്തിനും ഞാനുണ്ട് കൂട്ടിന് എന്നൊക്കെ ഗോകുൽ പറയുന്നത് പോലെ അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല, കുറച്ച് യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ക്ഷീണം അത്രയേ ഉള്ളൂ എന്ന് അർച്ചന. പിന്നെ എന്തിനാ താൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് കൂടുന്നത്, എപ്പോൾ നോക്കിയാലും താൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമല്ലോ. ഞാൻ എത്ര ആലോചിച്ചാലും കുറച്ച് കാര്യമല്ലേ ആലോചിക്കാനുള്ളൂ, വളരെ കുറച്ച് മാത്രമല്ലേ ഓർമ്മ എനിക്കുള്ളൂ എന്നൊക്കെ അർച്ചന. തൻ്റെ മനസ്സൊന്ന് സ്വസ്ഥമാവട്ടെ, പോകാൻ റെഡിയാവ് എന്നൊക്കെ ഗൂഗിൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് സച്ചിയെ കാണിക്കുന്നു. സച്ചി ആ ഗുണ്ടകളുമായി ആ ക്ഷേത്രത്തിലെത്തി. ചേട്ടാ എന്നെ പറഞ്ഞുവിട്, തന്ന കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു എന്ന് സച്ചി. അതിന് നീ എവിടെ പോന്നു? ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ടേക്ക് പോകുന്നു. ചേട്ടാ എനിക്ക് പോയിട്ട് കുറച്ച് കാര്യമുണ്ടായിരുന്നു എന്നൊക്കെ സച്ചി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ, ഈ കാട്ടുമുക്കിൽ എവിടെയാ വേറൊരു വണ്ടി, ഞങ്ങൾക്കിവിടെ ചെറിയൊരു കാര്യമുണ്ട്, അത് കഴിഞ്ഞ് പോകാമെന്ന് ഗുണ്ട. എത്ര നേരം ഉണ്ട് എന്ന് സച്ചി. ഒരു വൈകുന്നേരം ആകുമ്പോൾ പോകാം, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കുന്നൊക്കെ ആ ഗുണ്ട. അനിയൻ ഇനിയൊന്നും പറയണ്ട, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇങ്ങോട്ട് വന്നതിനും വെയിറ്റ് ചെയ്യുന്നതിനും തിരിച്ചു പോകുന്നതിനും ചേർത്ത് നല്ലൊരു എമൗണ്ട് ഞാൻ തരാം, പോരെ, മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കുക, നന്നായി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ആ ഗുണ്ടകൾ അകത്തേക്ക് പോകുമ്പോൾ സച്ചി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുന്നു അവിടെ ഒരു ചേട്ടനോട്. ആ കാര്യങ്ങൾ അയാൾ സച്ചിയോട് പറയുന്നുണ്ട്. അർച്ചനയും ഗോകുലും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണിപ്പോൾ. ഈശ്വര, ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാമെന്ന് ഗോകുൽ. അർച്ചന പറയുന്നു, മനസ്സിൽ മറ്റൊരാളെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, ഞാൻ ഗോകുലിനെ ഓരോ നിമിഷവും ചതിക്കുകയാണെന്ന്, മറ്റൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സച്ചിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ അർച്ചന പ്രാർത്ഥിക്കുന്നു. അവിടേക്ക് കയറി വരികയാണ് സച്ചിയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ദാമ്പത്യ പൂജയിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഭാര്യ അർച്ചന എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല. അടുത്ത തവണ ദാമ്പത്യ പൂജയ്ക്ക് ഞാൻ എൻ്റെ അർച്ചനയുമായി വരും, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഈ നടയും തൊഴാൻ ഈശ്വരൻ അനുഗ്രഹിക്കണം എന്നൊക്കെ സച്ചി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അർച്ചന എനിക്ക് മടക്കി തരണം, ഈശ്വരൻ ഞങ്ങളെ ഇനി പിരിക്കരുത് എന്നും സച്ചിയുടെ പ്രാർത്ഥനയാണ്. തിരുമേനി അവിടേക്ക് പൂജ ചെയ്ത സാധനങ്ങളുമായി അവിടേക്ക് വന്നു. ഈ സമയം അർച്ചന സച്ചിയെ കാണുന്നു. താനെന്താ ഇവിടെ നിന്നത് എന്ന് അർച്ചന ചോദിക്കുന്നു. താനെന്താ ഇവിടെ നിന്നത് എന്ന് ഗോകുൽ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് എനിക്ക് തല കറങ്ങിയതുപോലെ. നമുക്ക് മുറിയിലേക്ക് പോയാലോ എന്ന് അർച്ചന പറയുന്നുണ്ട്. എനിക്ക് ഒട്ടും വയ്യ, ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ തല കറങ്ങി വീടും, പ്രസാദവുമായി ഗോകുൽ വന്നാൽ മതി, ഞാൻ മുറിയിലേക്ക് പോയിക്കോട്ടെ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. എങ്കിൽ താൻ മുറിയിലേക്ക് ചെല്ല്, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഗോകുൽ പോകുന്നു. അർച്ചനയെ സച്ചി കാണുന്നുണ്ട്. അർച്ചന പെട്ടെന്ന് ഒരു പേടിയോടെ അങ്ങോട്ടേക്ക് പോകുന്നു. അർച്ചനയുടെ പിറകെ പോവുകയാണ് സച്ചിയും. തുടർന്ന് അവന്തികയും മൂർത്തിയും കാണിക്കുന്നു. സിത്താരയുടെ മുറിയുടെ വാതിൽ തട്ടുകയാണ് അവന്തിക. സിത്താര വന്ന് വാതിൽ തുറന്നു. അവന്തിക അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കയറി വരാനായും സിത്താര പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നു. എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ എന്ന് പറയുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അവർ. ഈ സമയം സച്ചി അർച്ചനയുടെ പിന്നാലെ പോവുകയാണ്. അർച്ചന മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അർച്ചന, ഇത് ഞാനാണ്, നിന്റെ സച്ചിയേട്ടനാണ്, നിനക്കെന്നെ ഓർമ്മയില്ലേ അർച്ചന നിനക്കെന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ആ ജനാലയുടെ അരികിലേക്ക് വന്ന് പറയുന്നു. നീ എന്നോട് ഇങ്ങനെ ഒരു അന്യനെ പോലെ പെരുമാറല്ലേ അർച്ചന, പ്ലീസ്, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല, എൻ്റെ മനസ്സ് തകരുകയാണ്. ഒരു നിമിഷം നീ എന്നോടൊന്നും സംസാരിച്ചാൽ നിൻ്റെ എല്ലാ ഓർമ്മയും തിരിച്ചു വരും, പ്ലീസ് അർച്ചന എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് സച്ചി. അർച്ചന, പ്ലീസ് അർച്ചന എന്നൊക്കെ സച്ചി പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അർച്ചന മനസ്സിൽ പറയുന്നു, സച്ചിയേട്ടാ, എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല സച്ചിയേട്ടാ, മാപ്പ്. എനിക്കറിയാം എൻ്റെ അർച്ചനയ്ക്ക് ഒരിക്കലും എന്നെ മറക്കാൻ സാധിക്കില്ലെന്ന്. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം, അതൊക്കെ എങ്ങനെയാണ് നിനക്ക് മറക്കാൻ സാധിക്കുന്നത്? ഇത്രയും കാലം ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ, നിനക്ക് എന്താ പറ്റിയത്? നീ ആകെ മാറിപ്പോയി, വേറെ ആരോ ആയിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ എത്ര മാറിയാലും നിൻ്റെ സച്ചിയേട്ടന് ഒരു മാറ്റമില്ലാതെ ഞാനിവിടെയുണ്ട്, നിന്നെയും കാത്ത്. എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ ജീവിതത്തിൽ വരുമെന്ന്. അന്ന് ഈശ്വരനായി കൂട്ടി യോജിപ്പിച്ചതാണ് നമ്മൾ പിരിയില്ല അർച്ചന. ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെങ്കിലും നീ എന്നെ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. ആ പ്രതീക്ഷ അസ്തമിക്കുന്ന നിമിഷം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്നും സച്ചി പറയുന്നു. ഞെട്ടലോടെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് അർച്ചന. ആ സമയം സെക്യൂരിറ്റി ആ ഭാഗത്തേക്ക് വരുന്നു. നിനക്കൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. എന്നിട്ട് അർച്ചന സച്ചിയുടെ കയ്യിലിരിക്കുന്ന മുല്ലപ്പൂവും ബാക്കി പ്രസാദവും അവിടേക്ക് വെച്ചു. സെക്യൂരിറ്റി സച്ചിയുടെ അടുത്തേക്ക് വന്നു. ആരാണ് നിങ്ങളെന്ന് ചോദിക്കുന്നു. പട്ടാപ്പകൽ മോഷ്ടിക്കാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ, ഞാനൊരു ടാക്സി ഡ്രൈവറാണെന്ന് സച്ചി. തനിക്കെന്താ ഇവിടെ കാര്യം? ഡ്രൈവറാണെങ്കിൽ വണ്ടിയിൽ പോയിരിക്കണം,
വണ്ടിയിൽ പോയിരിക്കണം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ തൊഴാൻ വരുന്ന VIP-കൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്, അല്ലാതെ തന്നെ പോലുള്ളവർക്ക് കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല ഇത്. ഇങ്ങോട്ട് ഇറങ്ങെന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ച് പുറത്താക്കുകയാണ് സെക്യൂരിറ്റി. ജനാലയിലൂടെ അത് കാണുകയാണ് അർച്ചന. പിന്നെ സച്ചി വെച്ച് ആ മുല്ലപ്പൂ എടുക്കുന്നുണ്ട്. അത് കയ്യിൽ വെച്ച് പൊട്ടിക്കരയുകയാണ് അർച്ചന. മുല്ലപ്പൂ നെഞ്ചോട് ചേർത്ത് വെച്ച് കരയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.